ഇത് നമ്മൾ ചെയ്ത ഒരു കിച്ചൻ്റെ മോഡുലർ കിച്ചൻ്റെ വർക്കാണ്. മോഡുലർ കിച്ചൻ്റെ ഓവറോൾ വ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക്, ആ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതാണ് കിച്ചൻ്റെ ബേസ് യൂണിറ്റ്. ഇതിൽ ഡിജിറ്റൽ ലാമിനേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണിത്. അതിൻ്റെ മിഡിൽ ബോക്സ്, ഇതാണ് മിഡിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. കിച്ചൺ ബേസ് യൂണിറ്റ് അല്ലെ ലോവർ യൂണിറ്റ് എന്ന് പറയുന്ന പോർഷനാണ് ഇത് കാണുന്നത്. ഇതിനാണ് നമ്മളങ്ങനെ ലോവർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന് മിഡിൽ യൂണിറ്റ് എന്ന് പറയും. ഈ മിഡിൽ യൂണിറ്റിൻ്റെ പാർട്ടായിട്ടാണ് ചിമ്നിയും വരുന്നത്. അത് കഴിഞ്ഞ് അതിന് മേലെ വരുന്നതാണ് ലോഫ്റ്റ് യൂണിറ്റ്. ഇതെല്ലാം ഡിജിറ്റൽ ലാമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ ലാമിനേഷൻ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പല കൺസെപ്റ്റുകളും അതിൽ വരും. കിച്ചൺ കൺസെപ്റ്റൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം ഡിജിറ്റൽ ലാമിനേഷനിൽ. ഇത് ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. പിന്നെ കിച്ചൺ മിഡിലിൽ അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് അതൊരു ഫ്രോസ്റ്റഡ് ഗ്ലാസ്, അതിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് കിച്ചൺ മിഡിൽ യൂണിറ്റിൻ്റെ ഇത്. പിന്നെ 2 ഓപ്പണബിൾ ഡോറ്. ഇത് പുള്ളപ്പ് ടൈപ്പ് ഡോറാണ്. ഇതാണ് അരലിക് സ്റ്റൈല്. ഈ കാണുന്ന സാധനം അരലിക് സ്റ്റൈല് അതിനെ സപ്പോർട്ട് ചെയ്യും. ഇതും അതിൻ്റെ തന്നെ ഒരു ഇതാണ്. അപ്പം അതുപോലെ കോർണർ ഗ്ലാസ് 2 രീതിയിൽ, അത് ഇവിടുന്ന് ഇതും ഇങ്ങനെ തുറക്കാം. ഈ കോർണർ ഫുൾ അങ്ങോളം ആക്സസ് ചെയ്യാം. അതിൽ ഇവിടുത്തെ ഡോറ് ഈ രീതിയിൽ, ഒന്നും ഓവർലാപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു കോർണർ ബോക്സാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ചിമ്നിയുടെ ലെഫ്റ്റ് സൈഡിൽ 2 ബോക്സ്, ഒരു ബോക്സ് 2 ഡോറ്. റൈറ്റിൽ സിംഗിൾ ബോക്സ്. പിന്നെ അതോടെ അറ്റാച്ച് ആയിട്ട് എൽ ഷേപ്പിൽ ഇങ്ങോട്ടും ഇവിടം വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്. പിന്നെ മേലെ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഫ്റ്റിനുള്ളിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടാകില്ല. ജസ്റ്റ് ഫ്രെയിം വിത്ത് ഷട്ടറായിരിക്കും. കണ്ടില്ലേ, ഫ്രെയിമുണ്ട്, ഈ ഫ്രെയിമുണ്ട്, ഈ ഡോറുണ്ട്. അതിനകത്ത് ജങ്ക്സ് ആയിട്ടുള്ള റെഗുലർ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഡംപ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണിത്. വലിയ പാത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഈ പറഞ്ഞ 2.5 അടി ഹൈറ്റിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ കിച്ചൺ ലോഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇങ്ങനെയുള്ള വലിയ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ താഴെ ബേസ് യൂണിറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ്, ഇങ്ങനെ ഡോറുണ്ട്, അതിൽ ഷെൽഫാണുള്ളത്. ഇത് ടാൻഡം ബോക്സ് എന്ന് പറയും. സിലിണ്ടർ വെച്ചുകൊണ്ട് സ്റ്റക്കാണുണ്ട്. ഇതാണ് ടാൻഡം, ഈ ടൈപ്പ് ബോക്സ്. ഇതേപോലെ വലിയ വെസൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇങ്ങനെ വലിയ ഏകദേശം 2.5 അടിയുടെ വലിയ ട്രോളിയാണ്. ഇതൊരു ഏകദേശം 50 കിലോ ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആണ് ഈ ടാൻഡമിൻ്റെ പ്രത്യേകത. ഇതാണ് അതിൻ്റെ ടാൻഡമിൻ്റെ സൈഡ് വ്യൂ. ബോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതൊക്കെയാണ് ടാൻഡ യൂണിറ്റിൻ്റെ പ്രത്യേകത. അത് സോഫ്റ്റ് ക്ലോസുമാണ്. ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാലും സ്ലോ ആയിട്ട് പോയി ക്ലോസ് ആകും. ഇങ്ങനെ സ്റ്റീലിൻ്റെ ബോട്ടിൽ പുള്ളൗട്ടാണ്. ബോട്ടിൽസാണ് വെക്കേണ്ടത്. അവർ ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ചെറിയ മാക്സോ ബോട്ടിൽസ്, ഓയിൽ ബോട്ടിൽസ് അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
ഇത് കട്ട്ലറി ബാസ്ക്കറ്റ്, TSSൻ്റെ കട്ട്ലറി. ഇതേപോലെ സ്പൂൺസ്, തവി കാര്യങ്ങളൊക്കെ, കത്തിയൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു യൂണിറ്റ് ബോക്സാണ്, ബാസ്ക്കറ്റാണിത്. ഇത് പ്ലെയിൻ ബാസ്ക്കറ്റ് എന്ന് പറയും. പ്ലെയിൻ ബാസ്ക്കറ്റിൻ്റെ എന്തുപോലും മൾട്ടിപർപ്പസ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ബാസ്ക്കറ്റ്. ഇത് താലി ബാസ്ക്കറ്റ്, പ്ലേറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, പ്ലേറ്റ് വെക്കാം. ഈ സൈഡിൽ ചെറിയ സ്റ്റോറേജും ഉണ്ടാവും. നമുക്ക് ചെറിയ കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രൊവിഷൻ ഈ സൈഡിൽ. ബാക്കിയുള്ളതൊക്കെ നോർമലായിട്ടുള്ള ഡോറ്. ഇതും നോർമലായിട്ട് ഡോറാണ്. ഇത് സിങ്കിൻ്റെ അടിയിലുള്ള. പിന്നെ ഈ സിങ്ക് കാണുന്നില്ലേ, ഇത് ഫ്യൂച്ചറയുടെ സിങ്കാണ്. അത് ഈ കോഡ് സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആസിഡൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സിങ്കാണ്. റസ്റ്റൊന്നും വരികയില്ല. ഏറ്റവും ഡ്യൂറബിളായിട്ടുള്ള ഒരു സിങ്കാണ് ഈ കോഡ് സ്റ്റോൺ സിങ്ക്. പിന്നെ ഇതാണ് അതിൻ്റെ ഹാൻഡിൽ, കൺസീൽഡ് ഹാൻഡിൽ എന്ന് പറയും. ഇങ്ങനത്തെ ഹാൻഡിൽ ഇത് ലെങ്തിൽ 11 ഫീറ്റിൻ്റെ ഒരു ലെങ്ത് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് ഇതിൽ ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഈ വുഡിൻ്റെ മേലെ ഫിറ്റ് ചെയ്യുക. അതാണ് ഈ ഹാൻഡിലിൻ്റെ പ്രത്യേകത. ഇതൊക്കെയാണ് ഹാൻഡിലിൻ്റെ. എല്ലാത്തിനും അതുപോലെയുള്ള ഹാൻഡിലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ടോപ്പിൽ നിന്ന് ഉപയോഗിക്കുക. ഹാൻഡിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയില്ല, സെയിം ലെവലിലായിരിക്കും ഹാൻഡിലുണ്ടാകുക. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. പിന്നെ ഒരു വാഷ് ബേസിനുണ്ട്. ഇതൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ്. എൻ്റെ ബേക്കിൽ പില്ലർ പോക്കുണ്ട്. ബേക്കിലൊരു ടവൽ ഹോൾഡറുണ്ട്. താഴെ സ്റ്റോറേജിനുള്ള ബോക്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ആ കിച്ചൺ ഓവറോൾ ഒന്നുകൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടോട്ടൽ ഓവറോൾ ലുക്ക്. ഇതൊരു ബെഡ്റൂമിലെ ഇൻറ്റീരിയർ വർക്കാണ്. ഒരു വാർഡ്രോബ് ഉണ്ട്. അതിൻ്റെ ലോഫ്റ്റ് ഉണ്ട്. അത് 2 സൈഡിൽ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ലൈഡിങ് വാർഡ്രോബാണ്. ഒന്ന് ചെയ്തേരെ. അതിൻ്റെ 2 ഡ്രോയറുണ്ട്, 2 ഷെൽഫ് അതിൻ്റെ താഴെ. മേലെ ഒരു ഫയലൊക്കെ വയ്ക്കാവുന്നൊരു ബാക്കി ഫയലുകളും കാര്യങ്ങളും വയ്ക്കാനുള്ള പ്രൊവിഷൻസ്. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്. അപ്പം ഇതിവിടെ വെച്ച് നിർത്തുന്നു ഈ വീഡിയോ. ഫാൾ സീലിംഗ് ആണ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമേ. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളെല്ലാം
ഫാൻ ഇട്ടിട്ടുണ്ട് അവർ. ഇവിടെ സെൻറ്ററിൽ ഒരു ഇതിൻ്റെ പ്രൊവിഷനുണ്ട്. प्रेस नहीं करना, प्रेस कर रहे तो इसलिए हमने सभी में नहीं रखता है क्योंकि लोग लेडीज लोग क्या प्रेस कर देता, प्रेस कर दे तो टेंशन बने। हां अच्छा प्रेस नहीं करेंगे वो मेरा लड़का है ना ऐसा कर देगा, ऐसे छोड़ दो अच्छी बात है। हां चला जाएगा। ഇതിന് ലൈറ്റ് ഇടാം സത്യയുടെ ഫാൻ ഫാൾ സീലിങ്ങിൻ്റെ. डालेंगे वो लाइट सेंटर ഇതാണ് അതിൻ്റെ ആക്ച്വൽ വ്യൂ. ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള വ്യൂസ്. ഇങ്ങനെ ഉള്ള നിച്ചുകൾ, സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇത്. പിന്നെ അതുപോലെ ഒരു കിച്ചൻ്റെ എൻട്രൻസിൽ ഇതുപോലെ ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.